ഇന്നത്തെ വീഡിയോയിൽ മൂന്നാറിലെ ഒരു ബേർഡിങ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോയിലുള്ള എല്ലാ ബേർഡ്സും അനിമൽസും നമുക്ക് മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിലുള്ള കുഹി ദ മിസ്റ്റ് എന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ളതാണ്. ഞാനൊരു ബേർഡിങ് എക്സ്പേർട്ട് ഒന്നുമല്ല. അപ്പോൾ വീഡിയോയിൽ ഏതെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തിരുത്തി തരണം. അതോടൊപ്പം തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നമ്മൾ VIP ലിസ്റ്റിൽ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ആൾ നീലഗിരി ത്രഷ്. മലയാളത്തിലെ പേര് മിക്കവാറും എല്ലാ പക്ഷികളുടെ ഇച്ചിരി കോമഡിയാണ്. കോഴിക്കിളി പൊന്നൻ എന്നാണ് പേര്. എനിക്ക് തോന്നുന്നു പേരിട്ടവർ ഇവരുടെ സ്വഭാവം അനലൈസ് ചെയ്തിട്ടാണ് പേരിട്ടതെന്ന് തോന്നുന്നു. നമ്മുടെ കോഴിയുടെ പോലെ മണ്ണിലിരുന്ന് കൊത്തിപ്പറിച്ച് കഴിക്കലാണ് കൂടുതലും കണ്ടത്. അങ്ങനെയായിരിക്കാം പേര് വരാനും സാധ്യത. ആൾ പശ്ചിമഘട്ടത്തിലെ ഒരു സ്പെഷ്യൽ അന്തേവാസിയാണ്. നമ്മൾ ചോലവനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ സ്പീഷീസാണ്. കോമൺ ആയിട്ട് കണ്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഇയാളെ മനുഷ്യ സാമീപ്യം കുറഞ്ഞതായിട്ടുള്ള വനപ്രദേശങ്ങളിൽ, അതും കൂടുതലും ഹൈ ഓൾട്ടിറ്റ്യൂഡുള്ള മേഖലകളിലാട്ടോ കണ്ടുവരാറെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത ആളും സ്പെഷ്യലാണ് ചെസ്റ്റ്നട്ട് വിങ്ഡ് കുക്കു, ഉപ്പൻ കുയിൽ എന്ന് പറയും. ഞാനും ഇയാളെയും ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയപ്പോൾ ഞാൻ ഓർത്ത് ആദ്യം ഉപ്പനാണെന്ന് ഓർത്ത് വലിയ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി, നമ്മൾ ഇന്നേ വരെ കാണാത്തൊരു രൂപം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൾ മൈഗ്രേറ്ററി ആണ്. ഇപ്പം നമ്മളെ വീഡിയോ മോസ്റ്റ്ലി ഷൂട്ട് ചെയ്ത് ഫെബ്രുവരിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു നവംബർ ടു ഫെബ്രുവരി മാർച്ചൊക്കെ ഒരു മൈഗ്രേറ്ററി സീസണാണ്. അപ്പോൾ ആൾ സൗത്ത് ഏഷ്യയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് മൈഗ്രേഷൻ വന്നിരിക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അടുത്ത ആളും മൈഗ്രേറ്ററി ആണ്. ഹിമാലയത്തിൽ നിന്നൊക്കെ അവിടെ തണുപ്പ് കൂടുന്ന സമയത്ത് കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ ബ്ലൂ റോബിൻ, നീലത്തൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാളുടെ ഒരു വിഷ്വൽ കിട്ടാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. നല്ല കാണാൻ ക്യൂട്ടാണ്, കുഞ്ഞനുമാണ്. ഇത് നമ്മുടെ മലബാർ ഫ്ലെയിം ബാക്ക് മരംകൊത്തിയാണ്, നാട്ടുമരംകൊത്തി. സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, പക്ഷേ ആള് മരത്തിൽ ഒരു ഉണങ്ങിയ കമ്പിലിരുന്ന് കൊത്തണേൻ്റെ ആ സൗണ്ടിൻ്റെ ആ ഒരു പവർ, അത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് എടുത്തത്. ഇയാൾ VIP ആണ്, മൈഗ്രേറ്ററി തന്നെയാണ്. ഈറ്റപ്പൊളപ്പൻ എന്നാണ് മലയാളത്തിലെ പേര്. ഇയാളുടെ പേര് ചില്ലു ചിലപ്പൻ എന്നാണ്. പളനി ലാഫിംഗ് ത്രഷ് എന്ന് പറയുന്നു. പളനി എന്ന് പേര് വരാൻ കാരണം ഇത് മെയിനായിട്ട് പളനി മൂന്നാർ ഭാഗങ്ങളിലുള്ള ശോലവനങ്ങളിലെ പുൽമേടുകളിൽ മാത്രം കാണപ്പെടുന്നൊരു സ്പെഷ്യൽ സ്പീഷീസാണ്. ഹൈ റേഞ്ചുകളിൽ ചില സ്ഥലങ്ങളിൽ കാണാൻ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഇവന്മാർക്ക് ആ പേര് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത ആൾ പേരിൽ കോമൺ ആണ് എങ്കിലും അങ്ങനെ കോമൺ ആയിട്ട് കാണാൻ കിട്ടാത്ത ഒരാളാണ്. എനിക്ക് തന്നെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നല്ല കുറച്ച് വിഷ്വൽസ് കിട്ടിയത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആളുടെ സൗണ്ട് സ്ഥിരമായിട്ട് കേൾക്കാമെങ്കിലും പേക്വൽ എന്ന് പറയുന്ന ഈ കോമൺ ഹോക്കുക്കിനെ കണ്ടുപിടിക്കൽ അത്ര കോമൺ ആയിട്ടുള്ള സംഭവമല്ല. എന്തായാലും നല്ല കുറച്ച് വിഷ്വൽസും കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ പേര് ചോലപ്പുട്ടുടവൻ എന്നാണ്. സ്കിമിറ്റർ ബാബലർ എന്നും പറയും. ആളും പശ്ചിമഘട്ടത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. കൂടുതലായിട്ടും ശോലവനങ്ങളിലും ഹൈ റേഞ്ച് ഏരിയകളിലുമാണ് കാണാറുള്ളത്. ആളുടെ സൗണ്ട് ഒരു സ്പെഷ്യലാണ്, ഒരു പ്രത്യേക ടൈപ്പ് കോളാണ്. ലൈവായിട്ട് വോക്കൽ കിട്ടിയില്ല, പക്ഷേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വോയിസിൽ ആളുടെ കോൾ ഉണ്ട് കേട്ടോ. നൈസാണ്. ഇത് നമ്മുടെ സ്വന്തം മലമൊഴുക്കിക്ക് എന്താ മൂന്നാറിലെ കാര്യമെന്നാണ് അല്ലേ? ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണാനും പറ്റി.
ഇയാളുടെ പേര് കരിങ്കിളി എന്നാണ്. ഇന്ത്യൻ ബ്ലാക്ക് ബേർഡ്. ഇങ്ങേരും പശ്ചിമഘട്ടത്തിൻ്റെ സ്പെഷ്യൽ സ്പീഷീസാണ്. കോമൺ ആയിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളിൽ ആൾ കൂടുതലും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുത്തിപ്പറിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് കണ്ടത്. കോമൺ ആയിട്ട് കാണുന്നതാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഞാനും വളരെ റെയറായിട്ട് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇയാളുടെ പേര് സ്നോവി ബ്രൗഡ് ഫ്ലൈ ക്യാച്ചർ എന്നാണ്. മലയാളത്തിലെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഐഡിയ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ മഞ്ഞക്കാലി പച്ചപ്രാവാണ്. യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ. ആൾ നമുക്ക് നാട്ടിൻപുറങ്ങളിൽ ചില കായ്കളുണ്ടാകുന്ന മരത്തിൽ, ആലമരത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാട്ടിലെ നിത്യ അന്തേവാസിയാണ്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്തുള്ള ചെറിയ കുറ്റിച്ചെടികളിലെ കായ്ഫലങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് മുഴുവൻ നേരം ആൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു പെയറായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കിട്ടാറുള്ളൂ. ഇയാൾ മൈഗ്രേറ്ററി ആണ്. റോസക്കുരുവി എന്നാണ്. ഇത് ഫീമെയിലാണെന്ന് തോന്നുന്നു കേട്ടോ. സ്വാഭാവികമായിട്ടും ഫീമെയിലിന് ഇച്ചിരി ഗുമ്മ് കുറവാണല്ലോ. മെയിലിലാണല്ലോ ഗുമ്മ്. ഇത് കോമൺ റോസ് ഫിഞ്ച് എന്നാണ് പറയുന്നത്. ആൾ മൈഗ്രേറ്ററി ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഇയാളുടെ പേര് ഇന്ത്യൻ യെല്ലോ ടീറ്റ് എന്നാണ്. പച്ചമര പൊട്ടൻ എന്നൊക്കെയാണ് ഈ സുന്ദരനായ പക്ഷിക്ക് നമ്മുടെ മലയാളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പേര് കേട്ടോ. ആളെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഫോറസ്റ്റ് ഏരിയാസിൽ ഇയാളും ഇയാളുടെ സബ് സ്പീഷീസും വേറെ സ്പീഷീസൊക്കെ നമുക്ക് കാണാൻ കിട്ടാറുണ്ട് കേട്ടോ. ചാരമരപ്പൊട്ടൻ എന്ന് പറഞ്ഞ വേറൊരുത്തനുണ്ട്. ആളും സുന്ദരനാണ്. പക്ഷേ പേരത്ര സുന്ദരമല്ല, അതാണ് പ്രശ്നം. ഈ സുന്ദരൻ്റെ പേര് കോമൺ എമറാൾഡ് ഡൗ മരതകപ്രാവ്, അത് ഓമനപ്രാവ് എന്നൊക്കെ പറയുന്ന നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ ദേശീയ പക്ഷി കൂടിയാണ് കേട്ടോ ആൾ. ആളും ഒന്ന് അടങ്ങിയിരുന്ന് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ കളേഴ്സ് മരതകത്തിൻ്റെ പോലെ നല്ല നല്ല ക്രിസ്റ്റൽ കളറാണ് അതിൻ്റെ വിങ്സിന്. ഇയാൾ നിങ്ങൾക്ക് അറിയാലോ, ചൂളക്കാക്കയാണ്. കാട്ടിലെ നല്ല അടിപൊളി ഗായകനാണ്. മലബാർ വിസിലിംഗ് ത്രഷ്. ആളും നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ മെയിൻ ആളാണ്. നമ്മൾ കേരളത്തിലെ മിക്കവാറും ഏത് ഹൈ റേഞ്ച് മേഖലയിൽ പോയാലും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവനെ കാണാം അല്ലെങ്കിൽ ഇവൻ്റെ പാട്ട് കേൾക്കാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നുമെങ്കിലും ആളുടെ റിയൽ കളർ നല്ല സൺലൈറ്റിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ. ഈ കൊച്ചു സുന്ദരൻ്റെ പേര് ചാരത്തലയൻ പാറ്റപിടിയൻ എന്നാണ്. ഗ്രേ ഹെഡഡ് കാനറി ഫ്ലൈ ക്യാച്ചർ. ആളും ഹൈ റേഞ്ചിൽ വനപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കുഞ്ഞി പക്ഷിയാണ്. അധികം നേരം ആളെ കിട്ടിയില്ല കേട്ടോ നമുക്ക് നല്ലൊരു ഫുട്ടേജ് എടുക്കാനായിട്ട്. ഈ കുഞ്ഞിനൊരു മരം കുത്തിയാട്ടോ. ആളുടെ പേര് ബ്രൗൺ ക്യാപ്ഡ് പിക്മി വുഡ് പെക്കർ. തണ്ടാൻ മരം കൊത്തി എന്ന് പറയും. നമ്മൾ വിഷ്വൽ ഷൂട്ട് ചെയ്ത ഫുൾ ടൈം ആൾ റിവേഴ്സ് ഗിയർ ഇട്ട് മാത്രമേ പോകുന്നുണ്ടായുള്ളൂ. അതുകൊണ്ട് വിഷ്വൽ പിടിക്കൽ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. കാണാൻ ക്യൂട്ടാണ്. മരത്തിൻ്റെ മുകളിലിരുന്ന് അതിൻ്റെ തിന്നായിട്ടുള്ള ആ തൊലി കൊത്തി കൊത്തി പറിച്ചാണ് കഴിക്കുന്നത് കണ്ടേട്ടോ കൂടുതൽ സമയം. ഇയാൾ നമ്മുടെ കാനന കത്രിക. നമ്മൾ ആകാശത്തേക്ക് നോക്കിയ ആൾ മിസൈൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയി നടക്കുന്നുണ്ടാവും. ഇരുന്ന് കിട്ടൽ കുറച്ച് റെയറാണ്, എന്നാലും ചില സമയങ്ങളിൽ ഇരുന്ന് കാണാറുണ്ട്. ഈ ബ്ലാക്ക് ബ്യൂട്ടിയുടെ പേര് ചുറ്റീന്തൽ കിളി, അതായത് പൈഡ് ബുഷ് ക്യാറ്റ്. നമ്മൾ മൂന്നാർ മേഖലകൾ അല്ലെങ്കിൽ മലയോര മേഖലകളിൽ പോകുമ്പോൾ തേയിലത്തോട്ടത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ തേയിലത്തോട്ടങ്ങളിലും അവരുടെ വേലിയിലുള്ള കുറ്റിയിലൊക്കെ ആയിട്ട് കോമൺ ആയിട്ട് കാണാറുള്ള ഒരു ബ്ലാക്ക് ബ്യൂട്ടിയാണ് നീര്. ഇത് നമ്മുടെ സ്വന്തം കാട്ടുകോഴി. ആളുടെ ശബ്ദം നിങ്ങൾക്ക് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൂടെയൊക്കെ ഓടിച്ചാടിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആളെ അങ്ങനെ കുറച്ച് നേരം അടങ്ങിയിരുന്ന ഒരു സ്ഥലത്ത് കാണുന്നത് ഇച്ചിരി അപൂർവമാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ കിട്ടാറില്ല. മനുഷ്യവട്ടം കാണുമ്പോഴേക്കും വെടിയുണ്ട പോലെ ഓടി പറന്ന് സ്ഥലം വിടലാണ് പതിവ്. എന്തുകൊണ്ടോ ഈ പ്രോപ്പർട്ടിയിൽ കുറച്ചധികം ദിവസം നമ്മളെ കണ്ടതുകൊണ്ട് അവന്മാർ നമ്മളോടൊന്ന് സഹകരിച്ചു. അതുകൊണ്ട് കുറച്ച് നല്ല വിഷ്വൽസും കിട്ടി. മെയിലിനെ കാണാൻ അതീവ സുന്ദരനാണ് കേട്ടോ.
നമ്മുടെ തീക്കാക്ക മലബാർ ട്രോഗൺ പ്രതീക്ഷിതമായി ഒരു മിന്നായം പോലെ പാസ് ചെയ്ത് പോയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സുന്ദരൻ നല്ല ഗായകൻ മാത്രമല്ല, നല്ല ഒന്നാമത്തെ ഒരു പ്രൊഡക്ടർ കൂടിയാണ്. നിങ്ങൾ ഹൈ റേഞ്ച് മേഖലകളിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ വല്ല മരത്തിൻ്റെ മുള്ളുകളിലൊക്കെ കീടങ്ങളെ കുഞ്ഞു കിളികളെയൊക്കെ ഇങ്ങേര് അവിടെ ഹണ്ട് ചെയ്ത് വെച്ചിട്ട് സമയം പോലെ കൊത്തിപ്പറിച്ച് കഴിക്കും. ആള് സുന്ദരനാണ്, ഗായകനാണെങ്കിൽ കയ്യിലിരിപ്പ് അത്ര സുന്ദരമല്ല. അപ്പോൾ നമ്മുടെ പ്രകൃതിയുടെ ഓരോ ലീലാവിലാസങ്ങൾ അങ്ങനെയാണല്ലോ. ആൾ കൂടുതൽ നമ്മൾ ഹൈ റേഞ്ച് മേഖലകളിൽ, ഹൈ റേഞ്ചിൽ തന്നെയും കൂടുതലും തേയിലത്തോട്ടമായിട്ട് അനുബന്ധിച്ചാണ് ഞാനും കണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം തീ കുരുവി. തീയാണ് കുരുവികൾ, അതായത് മിനിവെറ്റ് യെല്ലോ ആണ് ഫീമെയിൽ, അതിൽ ഓറഞ്ചാണ് മെയിൽ വരുന്നത്. രണ്ടാളും അടങ്ങിയിരിക്കൽ ഇച്ചിരി ടാസ്ക്കാണ്. ഒരു ഫ്രെയിമിൽ ഒരു സെക്കൻഡ് പോലും തികച്ചിരുന്ന് കിട്ടില്ല. ചട്ടം തന്നെ ഓട്ടം തന്നെ. പക്ഷെ കാണാൻ നല്ല ഗംഭീര കളറാണ്, വലിയ വലിപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കുക, മെയിൽ ഓറഞ്ചും ഫീമെയിൽ യെല്ലോ ആണ്. ഹൈ റേഞ്ച് മേഖലകളിലും കൂടുതലും നമ്മൾ ട്രക്കിങ്ങിനൊക്കെ ഫോറസ്റ്റിൽ പോകുമ്പോഴാണ് ഇതുപോലെ ധാരാളമായിട്ട് കാണാറ്. ഇയാളുടെ പേര് മേനിപ്രാവ് എന്നാണ്. മലബാർ ഇംപീരിയൽ പീജിയൻ, ഒരു ഓഫ് ചാരനിറത്തിലുള്ള ഒരു പ്രാവനെത്തിപ്പെട്ട ആളാണ്. മെയിൽ അത്യാവശ്യം വലുപ്പമുണ്ട്, ഫീമെയിൽ കുറച്ചുകൂടി ചെറുത്. സൗണ്ട് ഒരു നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഈവനിങ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ മൂങ്ങ ഇരുന്ന് കരയുന്ന പോലെ തോന്നും. പക്ഷെ ആൾ മൂങ്ങയല്ല, ഇങ്ങനെ പ്രാവാണ് ആൾ. കോമൺ ആയിട്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ എല്ലാ മലനിരകളിലും ഫോറസ്റ്റ് ഏരിയയിലൊക്കെ കാണുന്ന കോമൺ അന്തേവാസിയാണ് കേട്ടോ. ഈ കൊച്ചു സുന്ദരൻ്റെ പേര് നീലഗിരി പാറ്റപിടിയൻ. ആ പേര് പോലെ തന്നെ നമ്മുടെ നീലഗിരി മലനിരകളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സുന്ദരൻ പക്ഷിയാണ്. ഇത് ഫീമെയിലാണ്, ഇച്ചിരി ഡള്ളാണ്. മെയില് അതീവ സുന്ദരനാണ്. നമ്മൾ മൂന്നാർ മേഖലകളിലും ഹൈ റേഞ്ചിലും ഞാൻ ലാസ്റ്റ് വട്ടവട പോയപ്പോൾ ആ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ എന്തോരം കണ്ടാലും മതി വരാത്തത്ര സുന്ദരമായ നിറങ്ങളാൽ വിസ്മയം തീർത്തൊരു പക്ഷിയാണ് കേട്ടോ. ഇങ്ങനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കരിങ്കുരങ്ങ്, നീലഗിരി ലങ്കൂർ. ഇപ്പോൾ നമ്മൾ ഈ താമസിച്ച പ്രോപ്പർട്ടിയിൽ നമുക്ക് 2 ദിവസങ്ങളിലായിട്ട് കരിങ്കുരങ്ങുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് കുറച്ച് മലയണ്ണാനെയും, പിന്നെ നൈറ്റ് സമയങ്ങളിൽ കേഴമാനിൻ്റെയും ആനയുടെയും മ്ലാവിൻ്റെയൊക്കെ കോളും പ്രസൻസൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും വെട്ടമുള്ള സമയങ്ങളിൽ ഈ അന്തേവാസികളെ പുറത്ത് കാണൽ കുറവാണ്. നമുക്ക് നിർഭാഗ്യവശാൽ ഈ പറയുന്ന കുറച്ച് ആളുകളെ മാത്രമേ കിട്ടിയുള്ളൂ. കുറേ VIP നമുക്ക് കിട്ടാനുണ്ടായിരുന്നു. കാട്ടുപന്നി എല്ലാം പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്, പക്ഷേ വെട്ടത്തൊന്നും കാണാൻ സാധിച്ചില്ല കേട്ടോ. ഈ കുഞ്ഞിൻ്റെ പേര് തത്തച്ചിനൻ എന്നാണ്. വെർണൽ ഹാങ്ങിങ് പാരറ്റ്. ആള് തലകീഴായും പല അഭ്യാസങ്ങളൊക്കെ കാണിക്കും. കാണുമ്പോൾ പച്ച നിറമാണെങ്കിലും വാലിൻ്റെ അടിയിൽ ചെറിയ റെഡും ബ്ലൂ ഒക്കെ ഷെയ്ഡുണ്ട്. ആള് ഒരു കൊച്ചു സുന്ദരനാണ്. നിങ്ങൾക്കറിയാമല്ലോ പാരക്കീറ്റും പാരറ്റും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ആളിച്ചിരി തേൻ കൊതിയനാണ് കേട്ടോ. ഇയാളും ഒരു തേൻകൊതിയൻ തന്നെയാണ്. കരിമ്പൻ കാട്ട് ബുൾബുൾ, സ്ക്വയർ ടൈൽഡ് ബുൾബുൾ. പറയുമ്പോൾ ബുൾബുൾ ഫാമിലി ആണെങ്കിലും നമ്മുടെ കോമൺ ബുൾബുളിനെ പോലെ തൊപ്പിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആളുടെ ഒരു ലൈറ്റ് ബ്രൗൺ ബോഡിയിൽ ആ ഫ്ലൂറസൻ്റ് കളറിൽ നിൽക്കുന്ന ചുണ്ട് ഒരു നല്ലൊരു പ്രത്യേകതയാണ്. ആൾ നല്ല ഗായകനും കൂടിയാണ്. ഒരു പ്രത്യേക സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്, നല്ല രസമാണ്. ഒരു ഗ്രൂപ്പായിട്ടാണ് പൊതുവെ കണ്ടതിട്ട് നമ്മൾ. ഇത് നമ്മൾ ഏത് കാട്ടിൽ കയറിയാലും കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ സ്വന്തം നീലത്തത്തമ്മ മലബാർ പാരക്കീറ്റ്. മെയിലും ഫീമെയിലും ഉണ്ട്. കഴുത്തിൽ ചെറിയൊരു ബ്ലാക്ക് റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇയാൾ മഞ്ഞച്ചിന്നൻ, യെല്ലോ ബ്രൗഡ് ബുൾബുൾ. ഒരു സ്ഥലത്ത് അങ്ങനെ അടങ്ങിയിരുന്ന് കാണൽ കുറവായിരുന്നു. ആളുടെയും സൗണ്ട് നല്ല മനോഹരമായ സൗണ്ടാണ്. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഇത് ഫോറസ്റ്റ് ഏരിയസിൽ പോയാലും നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുൾബുൾ ഫാമിലിയിൽപ്പെട്ട ആൾ തന്നെയാണ് മഞ്ഞച്ചിന്നൻ. വർണ്ണങ്ങൾ വാരിവിതറിയ ഈ കൊച്ചു സുന്ദരൻ്റെ പേര് ചെന്തലയൻ വേലിത്തത്ത, ചെസ്നട്ട് ഹെഡഡ് ബീ ഈറ്റർ.
പേര് പോലെ തന്നെ ബീ ഈറ്റർ, തേനീച്ചയും അതേപോലെ കുഞ്ഞു പ്രാണികളെയും ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊന്ന് കഴിക്കലാണ് ഇവൻ്റെ മെയിൻ ഹോബി. കാണാൻ അതീവ മനോഹരമാണ്. നമ്മുടെ വേലിത്തത്ത് തന്നെ 3-4 കളർ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതിൽ തന്നെ ഇവൻ്റെ കളേഴ്സും കുറച്ച് നല്ലൊരു വൈബ്രൻ്റ് ആട്ടോ. എന്തോരം കണ്ടാലും നമുക്ക് കൊതി തീരാത്തൊരു പ്രത്യേക കളറാണ്. ഇയാളെ നിങ്ങൾക്ക് അറിയാലോ, കാട്ടുമൈന, കോമൺ ഹിൽ മൈന. കാട്ടിലെ മെയിനായിട്ടുള്ള കാടിൻ്റെ ആംബിയൻസ് തരുന്ന ഒരു പ്രധാന പക്ഷികളിൽ ഒന്നാണ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് പുറപ്പെടുവിക്കുന്ന നമ്മുടെ കാട്ടുമൈന. കാട്ടുമൈനയെ കൂടാണ്ട് നമുക്ക് നാട്ടുമൈന, ഹിൽ മൈന, കൂടാതെ ജംഗിൾ മൈന എന്നൊക്കെ പറയുന്ന ഒരു 3 ഇനം വെറൈറ്റി മൈനകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഹിൽ മൈനേനെ കിട്ടിയുള്ളൂ. നമ്മൾ മൂന്നാർ മേഖലകളിൽ ജനവാസ മേഖലയിലൊക്കെ നാട്ടുമൈനേനെയും ജംഗിൾ മൈനേനെയൊക്കെ കാണാൻ കിട്ടിയിരുന്നു കേട്ടോ. ഇവന്മാരുടെ കുറച്ച് കോറസ് പാട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ട് നോക്ക്. ആ സൗണ്ടിൻ്റെ ആ ഒരു റേഞ്ച് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കേരളത്തിൽ ഏത് കാട്ടിൽ കയറിയാലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു നമ്മുടെ അണ്ണാൻ വർഗത്തിൽപ്പെട്ട വലിയ ആളാണ് മലയണ്ണാൻ, ഇന്ത്യൻ ജെയിൻ സ്ക്വയറൽ. ഈ പ്രോപ്പർട്ടിയിലും ആൾ ഒരു സ്ഥിരം അന്തേവാസിയാണ്. 2-3 നെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരാളാണ് മലയണ്ണാൻ. ഈ കൊച്ചു സുന്ദരൻ്റെ പേര് വെള്ളക്കണ്ണിക്കുരുവി, ഇന്ത്യൻ വൈറ്റ് ഐ. കണ്ണിന് ചുറ്റും ആ ഒരു വൈറ്റ് ഷെയ്ഡുള്ളത് കൊണ്ടാണ് ഈ പേര് വന്നിരിക്കുന്നത്. വളരെ ചെറുതാണ്. നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ മലയോര മേഖലകളിൽ പോകുമ്പോൾ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു ഇനം കൊച്ചു കുരുവിയാണ്. അഗെയിൻ പറഞ്ഞ പോലെ നല്ലൊരു വിഷ്വൽ കിട്ടൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മെനക്കെട്ട് കുറേ ഇരുന്നിട്ടാണ് കിട്ടിയത്. ആളുടെ ഒരു നെസ്റ്റിങ്ങും കുട്ടികളെ ഫീഡ് ചെയ്യുന്ന വിഷ്വൽസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രോപ്പർട്ടിയിലൊരു സൺബേർഡിൻ്റെ നെസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മെയില് പതിവ് പോലെ എക്സ്ട്രാ സുന്ദരനാണ്. ഫീമെയിൽ അത്ര സൗന്ദര്യമില്ല. അപ്പോൾ അവരുടെ കുറച്ച് ചേഷ്ടകളൊക്കെ നമുക്കുണ്ട്. പിന്നെ ഇയാൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ സ്വന്തം തൊപ്പിത്തലച്ചി. കേരളത്തിൽ എവിടെ നോക്കിയാലും കോമൺ ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് നല്ല ഫ്രെയിമും ഫുട്ടേജസും ഫീഡിങ്ങും ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്.